അതായത് തമിഴ്നാട് ഇത്രയും രൂക്ഷമായ സാഹചര്യത്തിൽ കേരളത്തിലുള്ളവർ സുരക്ഷിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. കേരളത്തിലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നാളെയും മറ്റന്നാളും അതിശക്തമായ മഴയ്ക്കും 4 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അതായത് നാളെ നാളത്തെ ഒടുക്കത്തെ മഴയായിരിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് മഴയാണത്തുള്ളൂ, സേഫ് ആയിട്ടുള്ളത്. അതായത് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ ഇങ്ങനെ വളരെ മയത്തിൽ ഇങ്ങനെ കൊടുത്തിരുന്ന സമയം അധികം മഴ ഒറ്റപ്പെട്ട മഴ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ കനത്ത മഴ നിസ്സംശയം പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഒരു സൂചന നമ്മളത് രാവിലെ കണ്ടു. തീർച്ചയായിട്ടും കനത്ത മഴ എന്ന് പറഞ്ഞാൽ കനത്ത മഴ, അതിന്റെ കൂടെ മഞ്ഞും വഴിയൊന്നും കാണാൻ പറ്റില്ല. ഇതുവരെ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരാള് മഴയത്ത് ഫുള്ള് നനഞ്ഞു വന്നു, ഒരാൾക്ക് വഴി പോലും കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംസാരമൊക്കെ പറയുന്നത് ഭയങ്കര സിറ്റുവേഷൻ ആണത്. കാരണം അതുകൊണ്ട് തന്നെ ഭയങ്കരമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. തീർച്ചയായിട്ടും ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കോട്ടയം യെല്ലോ അലേർട്ടാണ്, അതായത് വലിയ കുഴപ്പമില്ലാത്തതാണ്. ഓറഞ്ച് അലേർട്ട് അതിനേക്കാളും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോട്ടയത്ത് തന്നെ ഇത്രയും വലിയ മഴ പെയ്യുമ്പോൾ അത് യെല്ലോ അലേർട്ട് ആണെങ്കിൽ ഓറഞ്ച് അലേർട്ട് എന്നാ മഴയായിരിക്കും ചിലപ്പോ ഇന്നലെ പ്രഖ്യാപിച്ചതായിരിക്കും. ഒരു മഴ കാണത്തില്ലല്ലോ. അപ്പോ പേഞ്ചൽ ചുഴലിക്കാറ്റ് കര തൊട്ടതിന് ശേഷമായിരിക്കും കേരളത്തിൽ ഇങ്ങനത്തെ ഒരു പ്രഭാവം ഉണ്ടാവുക എന്നുള്ളതാണ് റിപ്പോർട്ട്. അതുകൊണ്ട് അവിടെ ഫേഞ്ചൽ ചുഴലിക്കാറ്റ് അടിക്കുമ്പോൾ ഓക്കെ നമുക്ക് ഇവിടെ ഒരു മഴയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ കേരള കർണാടക തീരത്തുള്ള നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള ഒരു അറിയിപ്പും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പക്ഷെ അവർ യൂസ്ഡ് ആണ്, അവര് ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരാണ്. എന്നാൽ പോലും നിങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് പറഞ്ഞത് മനസ്സിലാക്കി നിങ്ങൾ കടലിൽ പോകരുത്. തീർച്ചയായിട്ടും. അപ്പോ കാലാവസ്ഥ മാറി മറിയുകയാണ്. ഫേഞ്ചൽ എന്നുള്ളൊരു ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ വരുന്ന പോലും കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് മുമ്പ് നമുക്ക് അറിയില്ല. പിന്നെ ഒരു പെട്ടെന്നൊരു പ്രഖ്യാപനമായിരുന്നു ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. തീരം തൊട്ടു. അതുപോലെ ഇനി ഏതൊക്കെ തീരം തൊടും തീരം തൊടില്ല എന്നുള്ളത് ഇനി പറയാൻ പറ്റില്ല. അതുകൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക, വാർത്തകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, പ്രത്യേകിച്ച് കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയാതിരിക്കുക എന്ന് പറയാനുള്ളൂ. അതെ, പിന്നെ മാത്രമല്ല കാലാവസ്ഥ ഇത് പ്രവചനത്തിനപ്പുറം നമുക്കറിയാം. ഒരു സ്ഥലങ്ങളും രൂപങ്ങളും കാണുമ്പോൾ കാലാവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം എന്താണ് സാഹചര്യം കടലിലൊക്കെ. അതെ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത സുരക്ഷാ മാർഗം തേടുക എന്നുള്ളതാണ്. കാരണം കാലാവസ്ഥാ പ്രവചനങ്ങൾ പോലും ശരിയാകണമെന്നില്ല. ഇത് കണ്ടോ, ഇന്ന് എന്തായാലും ദുർബലമാകും ഫേഞ്ചൽ ചുഴലിക്കാറ്റ്. ഈ ഫേഞ്ചൽ ചുഴലിക്കാറ്റ് കാലാവസ്ഥാ പ്രവചനക്കാരെ വരെ ഈ ഫേഞ്ചൽ ചുഴലിക്കാറ്റ് വട്ടം ചുറ്റിച്ചു എന്നാ പറയുന്നത്. അവർക്ക് അൺപ്രഡിക്റ്റബിൾ ആയ രീതിയിലാണ് ഈ കാറ്റ് വന്നിരിക്കുന്നത്. ഫേഞ്ചൽ ചുഴലിക്കാറ്റ് ശനിയാഴ്ച വൈകിട്ടോടെ പുതുച്ചേരിക്കും കാരക്കലിനും ഇടയിലാണ് തീരം തൊട്ടത്. വടക്ക് കിഴക്ക് നിന്നുള്ള തണുത്ത കാറ്റിന്റെ ശക്തി മൂലം കര തൊടാൻ വൈകിയ ചുഴലിക്കാറ്റ് ഞായറാഴ്ചയോടെ ദുർബലമാകുമെന്നാണ് നിഗമനം. ഈ വർഷത്തെ 4ാമത്തെയും ഈ സീസണിലെ 2ാമത്തെയും ചുഴലിക്കാറ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ ചില പ്രവചനങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട്. സാങ്കേതികമായ പരിമിതികളുണ്ട്. അത് എപ്പോഴും പ്രകൃതിനെ നമുക്ക് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ പല ദുരന്തങ്ങൾ ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. മുൻകരുതലുകളും അല്ലാത്ത കരുതലുകളും എല്ലാ കരുതലും നമ്മൾ തന്നെ സ്വീകരിക്കുക. എന്തായാലും മഴ പെയ്ത കുട കൊണ്ടുപോകാന്നുള്ളത് നമ്മുടെ കരുതലാണല്ലോ. മഴ പെയ്താൽ കുട പിടിക്കുക എന്നൊക്കെ പറയുന്നത് അതുപോലെ സ്വീകരിക്കുക. അതെ, നിസ്സാരമായി തള്ളിക്കളയാതിരിക്കുക. ഒന്നും നിസ്സാരമായി തള്ളിക്കളയാതിരിക്കുക.